ഇവിടെ ഒരു പുൾ ഔട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കോസ്മെറ്റിക്സോ അല്ലെങ്കിൽ ഇന്നർ വെയർ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് എന്ത് ആവശ്യമാണെങ്കിലും വെക്കാൻ പറ്റും. ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 2 ടയർ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ബേ വിൻഡോ ഏരിയയിലേക്ക് വരുമ്പോൾ ടോട്ടലി ഒരു വുഡൻ ബോർഡർ കൊടുത്തിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തേക്കുന്നത്. അതിൽ പ്ലസ് ഒരു കുഷ്യനും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിൻഡോ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്താണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിൽ നമ്മൾ സെൻട്രലിൽ 2 ഡ്രോയർ സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത്. അത് ടാൻഡം ബോക്സ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബെഡ്ഷീറ്റ് വലിയ സാധനങ്ങളൊക്കെ നമുക്ക് വിരിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ആ രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ബോട്ടത്തിലും അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തു. പ്ലസ് ഇവിടെയും സെയിം തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിലും അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്നത് ഇവിടെ ഒരു യൂസ്ഡ് ക്ലോത്തിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കുക്ക് ചെയ്യാവുന്ന രീതിയിലും ഹാങ് ചെയ്യാവുന്ന രീതിയിലുമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 ലെയറായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിന് വേണ്ട എയർ വെൻറ്റും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വാർഡ്രോബിൽ വന്നേക്കുന്നത്. നമ്മൾ ടോപ്പ് ഏരിയ വരുമ്പോൾ ലോഫ്റ്റ് ഏരിയ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ടോട്ടൽ സ്റ്റോറേജ് ആയിട്ട് വലിയ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ ഈ വാർഡ്രോബിനെക്കാട്ടി ഒരു 10 സെൻറ്റിമീറ്റർ വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ലൈറ്റിങ് കൊടുക്കാൻ പറ്റും. ഇവിടുത്തെ സ്റ്റോറേജിൻ്റെ അളവ് കൂട്ടി വലിയ സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ഈ ലോഫ്റ്റ് ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഒരു കോട്ടാണ് വരുന്നത്. ഒരു ക്യൂൻ സൈസ് കോട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇതിൽ. ഇത് ഫുള്ള് കുഷ്യൻ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ടോട്ടലി കുഷ്യൻ ചെയ്തിട്ടാണ്. ഇത് നമ്മളൊരു മെറ്റൽ ഫ്രെയിം കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് അതിൽ കുഷ്യൻ കവർ ചെയ്താണ് കൊടുത്തേക്കുന്നത്. ഒരു ഹെഡ് ബോർഡും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹെഡ് ബോർഡ് വരുന്ന ഈ ഒരു വാൾ നമ്മളൊരു ടെക്സ്ചർ ഫിനിഷ് ആണ് ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഈ ഒരു പോർഷനിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലൂട്ടർ പാനലും കൂടെ കൊടുത്തിട്ട് ഒരു സൈഡ് ടേബിളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ഡ്രോയറായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബെഡ് സ്വിച്ച് കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷനിലായിരുന്നത്. സോക്കറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ചാർജിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആ രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ ചെയ്തിട്ടിരിക്കുന്നത്. നമ്മളിവിടെ ഒരു കർട്ടനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കർട്ടൻ ഒരു പെൽമെറ്റൊക്കെ കൊടുത്തിട്ട് ആ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ AC വരുന്നതുകൊണ്ട് തന്നെ ഫുൾ ലെങ്ത് കർട്ടൻ കൊടുക്കാൻ ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് ഈ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊരു ഷിയറും കൂടെ വരുന്ന രീതിയിലാണ് കർട്ടൻ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്കപ്പോൾ ഈ വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസിന് വേണ്ടിയിട്ടും ഇതിൻ്റെ റേറ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്